ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഞാൻ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ രാവിലത്തൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ലേറ്റായി. അപ്പോൾ ലേറ്റായിട്ട് തന്നെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇനി ഫുഡ് കഴിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഒക്കെ. അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ചിലപ്പോൾ ഒന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ഷോപ്പിലൊക്കെ പോകുന്നുണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നല്ല നല്ല കമൻസ് ഒക്കെ കേട്ടോ. ഒരുപാട് പേര് നല്ല നല്ല കമൻസുകൾ ഇടുന്നുണ്ട്. ചില ആളുകൾക്ക് ഒരുമാതിരി വർത്തമാനത്തിലുള്ള കമൻസുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇടുന്ന ഈ ഡ്രസ്സാട്ടോ. ഞാൻ പെട്ട ഡ്രസ്സിൻ്റെ ഷോള് പെട്ടിയിലാണ്. അതുകൊണ്ട് കിട്ടിയപ്പെടുത്തിട്ട് അപ്പം ഇന്ന് പർദ്ദയല്ല ഇടണേ. പർദ്ദൻ്റെ ബട്ടൺസൊക്കെ പൊട്ടി കൈസ്. കാരണം എന്താ അറിയില്ല, അതിങ്ങനെ ഒട്ടി കൊടുക്കായതുകൊണ്ടാണ് അങ്ങനെ ഇടാവൂരല്ലേ. അതുകൊണ്ട് അത് പൊട്ടി. അപ്പം ഇന്ന് ഇടുന്ന ഡ്രസ്സ് ഇതാട്ടോ. ഓക്കെ, അപ്പം ഇനി ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഇനി ഞാൻ ഫുഡിൽ നിന്ന് നേരെ വൈകി. കാരണം ഫുഡ് ഞാൻ അവിടെ പോയിട്ട് കഴിക്കട്ടോ. ഞാൻ രാവിലെ അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. അവിടുന്ന് വണ്ടി പറഞ്ഞേക്കും, റെസ്റ്റോറൻറ്റത്തെ വണ്ടി പറഞ്ഞേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകട്ടോ. അപ്പം ഇനി പോകുമ്പോൾ കാണാം. ഞാൻ ഈ ഡ്രസ്സാട്ടെ. ഞാൻ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയതാ കേട്ടോ. കാരണം വണ്ടി ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഓടി അടച്ച് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് ഞാൻ ഇനി അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിക്കും. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, നേഹ. അവിടെ ഏകദേശം എൻ്റെ ഒരു ഏജ് തന്നെയാണ്. അവൾക്ക് ഇതിലേറെ ചെറുതാണ്, ഒരു വയസ്സിന് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അവളും എനിക്കൊരു കൂട്ടിനുണ്ട് അവിടെ. അപ്പോൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല വെയിലാണ്, പെരും വെയിൽ. ഞാനാണെങ്കിൽ ഇന്ന് തലയിൽ എണ്ണിട്ട് കണ്ട് കുളിച്ചും ചെയ്തു പോകും. അൽഹംദുലില്ലാ, എനിക്കിവിടെ വന്നിട്ട് തലവേദനയും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇടക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ മാത്രം അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ടൊന്നും നാട്ടിലത്തെ പോലെ ഒന്നുമില്ല. അലർജിയും കാര്യങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ, ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. വ്യാഴം വെള്ളിയും ശനിയും നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി. വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ ചൂട് ഞാൻ കാണിച്ചു കേട്ടോ. വെയിൽ ഇവിടുത്തെ വെയിൽ കണ്ടോ, നല്ല വെയിലാണ് കണ്ടോ. നല്ല വെയിലാണ് ഗൈസ്, പെരും വെയിലാണ്. പിന്നെ മുത്തുമണികളെ, വേറെ എന്താ വിശേഷം? പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ചിലപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ചിലപ്പോൾ നല്ല എന്തായാലും നാട്ടിലേക്ക് വരണം. എനിക്ക് നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ ഞാൻ വരും കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞ പേപ്പർ കാര്യങ്ങൾ ശരിയാക്കാണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെ എന്താ നിങ്ങളൊക്കെ വിശേഷങ്ങൾ പറയും, കമൻറ്റിലൂടെ അറിയിക്കുകയും. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എന്താണ് വിശേഷം? നല്ല വെയിൽ കഴിച്ചു. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിയാൽ മതി ഇപ്പോഴാണ് വിചാരിക്കണം. ഇൻഷാ അല്ലാ വാങ്ങണം. ഞാൻ വണ്ടി എത്തിയിട്ടില്ല. വണ്ടി ഇപ്പോൾ എത്തുമെങ്കിൽ ഓടിക്കരച്ച് വന്നതാണ്. ലിഫ്റ്റിൽ പോലും കയറിയിട്ടില്ല, സ്റ്റെയർ കയറി ഇറങ്ങി. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം വണ്ടി വന്ന് മക്കളെ. വണ്ടിയിൽ പിന്നെ AC ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ചൂട് അറിഞ്ഞില്ല കേട്ടോ. റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. വണ്ടിയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് എത്തും കേട്ടോ. നടക്കാനാണെങ്കിൽ കുറച്ചുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ വർക്ക് ചെയ്യണ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തി. ഞാൻ ഉള്ളിൽ കയറാം കേട്ടോ. ഓക്കെ ബൈ. എൻ്റെ ഫ്രണ്ടാട്ടത് നേഹ. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഫുഡ് കഴിക്കണ സമയമായി. നമുക്കിത് അവിടെ ആസിഫ് കാക്ക വളർന്നിട്ടുണ്ട്. കാക്കല്ല കേട്ടോ, സോറി. ഒരുപാട് കൂട്ടം സദ്യ. വെള്ളിയും ശനിയും സദ്യ ദിവസമാട്ടോ. വ്യാഴമല്ലല്ലോ, വെള്ളിയും ശനി മാത്രം. അതെ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ സദ്യ. മിക്കവാറും ആസിഫ് യൂട്യൂബിൽ ഫേമസ് ആവും. ഫോട്ടോ ദാ ഗൈസ്, ആസിഫ്.
ഇത് നമ്മളവിടുത്തെ അലിക്കാക്കയാണ് കേട്ടോ. ഓക്കെ എനിക്കും വേണ്ട പപ്പടം. വേണ്ട വേണ്ട വേണ്ട. ഇതാണ് സദ്യ. അപ്പോൾ മുത്തുമണികളെ, ഞാനിവിടെ വർക്ക് ചെയ്യണോണ്ട് മാത്രം പറയല്ല കേട്ടോ. നമ്മളിവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞത് നമ്മൾ നാട്ടിലൊക്കെ സദ്യ ഉണ്ട് അതേ ഒരു ഫീലിംഗ് കിട്ടിയിട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളാണെങ്കിലും കൂട്ടാനാണെങ്കിലും എല്ലാം, പായസം എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ പായസമൊക്കെ. അപ്പോൾ ഞാൻ കുടിക്കുന്നത് രസം കേട്ടോ. രസം, മോര്, പായസം. മറ്റേ പായസം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ശർക്കര പായസം. അപ്പോൾ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ്, നമ്മുടെ ജിദ്ദ, ഷറഫിയ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഷാറാത്തോബ ഇസ്കാൻ ബിൽഡിങ്ങിലുള്ള ഹോളിഡേയ്സിൽ വന്നോളൂ കേട്ടോ. നല്ല അടിപൊളി സദ്യ കിട്ടും. പിന്നെ അതല്ലാതെ തന്നെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മെനു കാർഡ് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓർഡർ ചെയ്യാമല്ലോ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയല്ല, അവിടെ ഫുഡൊക്കെ അടിപൊളിയാണ്. വരുന്ന കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഓക്കേ നേഹ. അപ്പോൾ ഗൈസ്, ഞാനും നേഹയും ഫുഡ് കഴിച്ചു. ഇനി ഞാൻ നാട്ടിൽ വരുന്ന സമയത്തേ ഡ്രസ്സ് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവളും കൂടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണിക്കാം. ഓക്കെ, ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് വരാം. കയറാൻ പോവാം. അപ്പോൾ ഗൈസ്, ലിഫ്റ്റിലുള്ള കുറച്ച് പേര് ഇറങ്ങി. ഞങ്ങൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലുണ്ട്. നേഹക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോകാനാട്ടോ അല്ലേ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എടുത്തിട്ട് അപ്പം തന്നെ പോരും. വേറെ എവിടെയും കറങ്ങാൻ നിൽക്കില്ല. കാരണം അമ്മ അതിൽ ചൂടാ പുറത്ത്. അതുകൊണ്ട് അധികം തെണ്ടി തിരിയില്ല. നേഹ ഒരായി പറയും. ഞാൻ തുറക്കണോ? ഞാനും നേഹയും നടന്നു പോയിക്കൊണ്ടിരിക്കുക. നേഹ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. നല്ല വെയിലാ, പെരും വെയിലാ. നല്ല വെയിലല്ലേ. ഹായ് അറി. ഇനി ആരെങ്കിലും വിദേശത്തേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, വിദേശത്തേക്ക് എന്നല്ല, വെയിലത്ത് കൂടി എവിടെ പോവുകയാണെങ്കിലും സൺസ്ക്രീനൊക്കെ ഡബിളാക്കിയിട്ടിട്ടുണ്ടോ. കാരണം ഇവിടെ ഇറങ്ങുന്നതൊക്കെ നല്ല ചൂട് വെയിലുമാണ്. നമ്മളെ കൊണ്ടൊന്ന് താങ്ങാൻ ഗൈസ്. 1.5 ചൂടാണ്. ഞാൻ തട്ടങ്ങനെ ഇട്ടിക്കാണ്. അമ്മ അതൊരു ചൂടാ, ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്. ഞാൻ അപ്പോൾ നേഹൻ്റെ ഒരു തണലിലാണ് നടക്കണത്, കുട ഉള്ളതുകൊണ്ട്. അയ്യോ, ഇവിടെ ആണെങ്കിൽ വെള്ളമുണ്ട്, അതിൽ ചവിട്ടാതെ നടക്കണം. ഓക്കെ, നല്ല കിട്ടി. അതുകൊണ്ട് ആ തണൽ നോക്കി നടക്കുക. ഇനി അടുത്ത വെയിലാണ്. ഇവിടെ റോഡ് മേലൊക്കെ വെള്ളമുണ്ട്. ഇന്നലെ ചെറുതായിട്ട് മഴ ചാറിയിട്ട്, ചെറുതായിട്ട് ഞാൻ പോണ സമയത്ത്. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. വെയില കാണുന്നുണ്ടോ കൈസ്? അങ്ങനെ പിടിക്കണേ, നല്ല വെയില. എത്തിയോ? അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിലെത്തിട്ടോ. ഇതാണ് ഷോപ്പ്. ഷോപ്പിൻ്റെ ഉള്ളിൽ കയറാട്ടോ. വില കുറഞ്ഞത് മാത്രമേ എടുക്കുള്ളൂ. അതിനകത്തുള്ള ബഡ്ജറ്റിൻ്റെ കഴിയില്ല. ചെറിയ പൈസക്ക് ഉള്ളതേ മാത്രമേ. എനിക്ക് സമാധാനം ഏസിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. ഞങ്ങളവിടെ എനിക്ക് താഴത്തുനിന്ന് കിട്ടിയില്ല. ഞാൻ മുകളിൽ വന്നിട്ട് നോക്കുക. മുകളിലത്തെ സ്റ്റെയറിൽ കയറി, ഇവിടെ കയറി കുറേ സമയത്തിന് ശേഷം ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ പറ്റിയ ടോപ്പുകൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താട്ടി, ലൂസ് ടൈപ്പിലുള്ള ജീൻസ് ഇല്ലേ, കോട്ടൺ ടൈപ്പിലുള്ള അത് മേടിച്ചു. ഒരു ഷർട്ട് മേടിച്ചു. പിന്നെ ഇതിങ്ങനെ പൊന്തിക്കേണ്ടി വരുമോ?
അത് മേടിച്ചു. പിന്നെ അറ്റടുത്ത് പിടിച്ചോണ്ട് വരും. പിന്നെ നേഹക്കുള്ള ഒരു ഡ്രസ്സ് കൊടുത്തു കേട്ടോ. എന്തെങ്കിലും എടുക്കണം ഇവിടെ. ആ ഒരു ഇന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈ കവർ ചെയ്യുന്ന ഒരു സംഭവമല്ലേ, അതാടി അവിടെ. അങ്ങനത്തെ എടുക്കണം, നോക്കണം. അപ്പോൾ ഗൈസ് ഇവിടെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ആക്സസറീസൊക്കെ ഉണ്ട്. എല്ലാതും ഉണ്ട്. ബാഗൊക്കെ ഉണ്ട്. ഇപ്പോഴത് കണ്ടോ, ഇപ്പോൾ ചെറിയ ചെറിയ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫ്യൂം സെക്ഷൻ. ഞാൻ എന്തൊക്കെ ഡ്രസ്സ്, ഞാൻ എടുത്ത ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ടോപ്പുകളൊന്നും കിട്ടില്ല, അപ്പോൾ ഷർട്ടും ലൂസ് പാൻറ്റും എടുത്ത്, അങ്ങനത്തെ എടുത്ത്. പിന്നെ ഒരുപാട് പെർഫ്യൂമുണ്ട്. ഞാൻ കുറച്ചൊക്കെ അടിച്ചു നോക്കി, നല്ല മണം. എല്ലാം സൈസിലുള്ള ഏതെങ്കിലും ഓരോ എടുക്ക്. അതിൻ്റെ ബാക്കിലുണ്ട്, അതിൻ്റെ ബാക്കിലുണ്ട്. അത് രസമുണ്ട്. അതല്ല അതിൻ്റെ ബാക്കിലുള്ളത്. അതിൻ്റെ അടിയിലുള്ള രസമുണ്ട്. ഇതിപ്പോ ബെറ്റർ ആണെന്ന് തോന്നണേ. ഏയ് മഴ വരാനുള്ള പോലെ, മഴ വരാനുള്ള പോലെ. നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോവാട്ടോ. റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടോണം. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ ഡ്രസ്സിങ് റൂമില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ സൈസ് തന്നെ എടുക്കേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, നമ്മൾ വിദേശത്തേക്ക് വരികയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് വരുന്നതാവും കൂടുതൽ നല്ലത്, അല്ലേ? സൈസ് ഭയങ്കര ഡിഫറൻസാണ് ഇവിടെ. മാറ്റമുണ്ട്. നാട്ടിലത്തതും ഇവിടുത്തൊക്കെ നോക്കാൻ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഷാള് കുറച്ചുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു പർപ്പിൾ കളറൊക്കെ ഉണ്ട് ഷോൾ ആകുമ്പോൾ, ചെറുതായിട്ടൊരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള, അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കിട്ടിയതെടുത്തു, അത്ര തന്നെ. അപ്പം ഇനി റൂമിൽ പോവാണ്. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മതിയായി ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട്. പാവം എനിക്ക് നേഹ കുറേ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് നേഹ, ഞാനതാ നേഹ എന്ന് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് നേഹ, അവളെ പേര് നേഹയാണ്, ഇവളെ പേര് നേഹ. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിൽ പോകട്ടോ. അതിന് ഇത്രയേ ഉള്ളൂ, ഇനി കൂടുതലാക്കണില്ല. കാരണം 2 കവറുണ്ട്. ഒന്ന് ഉണ്ട് വെള്ളപ്പൊക്കം കൈസ്. ഇത് വേസ്റ്റ് വെള്ളം തോന്നുന്നുണ്ട്. മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കണുണ്ടോ. ഇനി പോയിട്ട് മുഖം കഴുകി ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോവാണ്. ഇനി കൂടുതൽ എല്ലാവരെയും ബോറടിപ്പിക്കണില്ല. ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോവും. റൂമിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് നോക്കണം, അല്ലേ? ഒന്ന് ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പോവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് ഇവിടെ ആണൊക്കെ വേർത്തുകൂടും. മഴ വരുന്നൊരു ഫീലുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു നാട്ടിലത്തെ ചെറിയൊരു ഓർമ്മ തന്നെയില്ലേ, അല്ലേ? എനിക്കുണ്ട്. അപ്പോൾ ശരി കേട്ടോ, ബൈ.